പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ നാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. എബ്രായലേഖനം 11-ാം അധ്യായം അതിന്റെ തുടർമാനമായ ചിന്തകളാണ് നാം ഓരോ ദിവസവും കേൾക്കുന്നത്. വിശ്വാസത്തിന്റെ സാക്ഷ്യം അല്ലെങ്കിൽ വിശ്വാസത്താലുള്ള സാക്ഷ്യം, അങ്ങനെ തുടങ്ങി എല്ലാ പൂർവ്വ പിതാക്കന്മാരുടെയും വിശ്വാസത്തിന്റെ പ്രത്യേക ജീവിത അനുഭവങ്ങൾ നാം പരിശോധിക്കുന്നു, ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ ഹാബേലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അത് വിശ്വാസത്തിലുള്ള നീതീകരണമായിരുന്നു. ഹാനോക്കിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അത് വിശ്വാസത്തിലുള്ള ജീവിതമായിരുന്നു. നോഹയെ കുറിച്ച് പറഞ്ഞപ്പോൾ അത് വിശ്വാസത്തിന്റെ ദൗത്യമായിരുന്നു. അബ്രഹാമിനെ കുറിച്ച് നാം പഠിച്ചത് വിശ്വാസത്തിന്റെ അനുസരണമാണ്. അപ്പോൾ തന്നെ ധാരാളം കാര്യങ്ങൾ അബ്രഹാമിനെ കുറിച്ച് പഠിക്കുവാനിടയായി തീർന്നു. വിശ്വാസത്തിന്റെ പ്രതീക്ഷ, വിശ്വാസത്തിന്റെ കാത്തിരിപ്പ്, ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തെ സംബന്ധിച്ച് നിരവധി ചിന്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് കേൾക്കുവാനിടയായി തീർന്നു. ഏകജാതനെ മോറിയയിൽ യാഗമർപ്പിക്കുവാൻ പോയ ഒരു പിതാവ് യഥാർത്ഥത്തിൽ ആ മകനെ ഹോമയാഗം അർപ്പിക്കണമായിരുന്നു. ഇനിയും അതിനുശേഷം അങ്ങനെ ഒരു മകൻ പിന്നെ ഉണ്ടാകില്ല. അതാണ് യാഗം. അബ്രഹാം പിതാവിനെ നാളെ അപ്പ എന്ന് വിളിക്കാനുള്ള എല്ലാ സാധ്യതകളും തീരുകയാണ്. ദൈവത്തോട് മറുചോദ്യങ്ങൾ ചോദിക്കാതെ, മറ്റ് പരിഹാരങ്ങൾ നിർദ്ദേശിക്കാതെ, വേറെ ഏതെങ്കിലും പോംവഴി ഉണ്ടെന്ന് ആരാഞ്ഞ് അന്വേഷിക്കാതെ, സാറയോട് പോലും അബ്രഹാം മൗനമായിരുന്നു. ഒന്നും മിണ്ടിയില്ല, ഒന്നും സംസാരിച്ചില്ല. വളരെ സുപ്രധാനമായ ഈ കാര്യം തന്റെ ഭവനത്തിൽ നടക്കുമ്പോൾ തന്റെ ഭാര്യയായ സാറയോട് ഇത് പങ്കുവെക്കണമായിരുന്നു. ഒരിക്കലും അതിന് അബ്രഹാം മുതിർന്നില്ല. അതിന് കാരണമുണ്ട്. ഈ വിഷയം സാറയുമായി പങ്കുവെച്ചാൽ ഒരിക്കലും ഒരു യാഗം അവിടെ നടക്കുകയില്ല. പിന്നത്തേതിൽ നാം കാണുന്നത് 3 ദിവസത്തെ വഴിത്താരയിൽ ഈ മലയിലേക്കുള്ള യാത്രയിൽ നാം ആ ഭാഗങ്ങൾ വായിക്കുമ്പോൾ തന്റെ കൂടാരത്തിന് മുമ്പിലുള്ള യാഗപീഠത്തിൽ വെച്ചല്ല തന്റെ മകൻ ഇസാക്കിനെ യാഗം കഴിക്കുന്നത്. 3 ദിവസത്തെ വഴിയാത്ര, 72 മണിക്കൂർ. ഈ യാത്രയിൽ ബാല്യക്കാരുണ്ട്, ദാസന്മാരുണ്ട്, ചുമക്കുവാൻ കഴുതയുണ്ട്. 2 ദിവസം കഴിഞ്ഞപ്പോൾ അബ്രഹാം ബാല്യക്കാരോട് ദാസന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരും. കാരണം ഇനിയും അടുത്ത ദൂരത്തിലേക്ക്, അടുത്ത ഘട്ടത്തിലേക്ക്, ഈ യാഗം നടക്കുന്ന ആ പ്രത്യേക പോയിന്റിലേക്ക് വരുവാനുള്ള വിളി നിങ്ങൾക്കില്ല. അങ്ങോട്ട് വരുവാൻ വിളിയുള്ളവരും വിളി ഇല്ലാത്തവരും തമ്മിൽ അബ്രഹാം ആരാധനയിൽ ഒരു വേർപാട്, സെപ്പറേഷൻ, വേർതിരിവ് കാണിച്ചു. നിയോഗമില്ലാത്തവർ, ദൈവത്തിന്റെ ആലോചന കേൾക്കാത്തവർ, ദൈവഹിതത്തിന് പൂർണ്ണ പ്രസാദമായുള്ള യാഗത്തിന് വേണ്ടി ദൈവശബ്ദം കേട്ട് എന്താണ് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് അബ്രഹാം ഈ കാര്യങ്ങൾക്ക് വേണ്ടി അവിടെ ക്രമീകരണങ്ങൾ നടത്തുമ്പോൾ നിയോഗമില്ലാത്തവർ, ഈ ആത്മീയ അനുഭവങ്ങളുമായി പങ്കാളിത്തമില്ലാത്തവർ, കേവലം വീട്ടിലെ കാര്യസ്ഥരും ദാസന്മാരും ബാല്യക്കാരുമായവർ ആ യാഗത്തിൽ ഒരിക്കലും പങ്കാളികളാകാതിരിക്കാൻ വേണ്ടി അവരെ അബ്രഹാം ഒഴിവാക്കി. പ്രിയമുള്ളവരെ, സത്യ ആരാധനയ്ക്ക് ഒരു നിയോഗം ആവശ്യമാണ്. അതിന് ദൈവത്തിന്റെ ഒരു തെരഞ്ഞെടുപ്പ് ആവശ്യമാണ്, ഒരു വിളി ആവശ്യമാണ്, ആത്മനിർണയങ്ങൾ ആവശ്യമാണ്. എല്ലാവരും കൂടി ഉള്ളതല്ല ആരാധന. എല്ലാം ആരാധനയല്ല, എല്ലാ ശബ്ദവും ആരാധനയുടെ ഭാഗമല്ല. യഥാർത്ഥത്തിൽ പുറപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ ഇതേ ഭാഗം നമുക്ക് ചിന്തിക്കാൻ കഴിയും. മോശ പർവ്വതത്തിൽ ഇറങ്ങുവാൻ താമസിക്കുമ്പോൾ അഹരോന്റെ നേതൃത്വത്തിലും ഇസ്രായേൽ ജനം മറ്റൊരു രൂപത്തിൽ ആരാധിച്ചു. പക്ഷേ യഹോവയാൻ ദൈവത്തെ അല്ല, ജീവനുള്ള സത്യദൈവത്തെ അല്ല, ഇസ്രായേലിന്റെ യഥാർത്ഥ ദൈവത്തെ അല്ല. കാരണം ഇസ്രായേലിന്റെ ദൈവം കാളയാണ്. അവർ ഇന്നലകളിൽ കണ്ട ദൈവത്തെ പോലൊരു രൂപം ഇവിടെയും ഉണ്ടാക്കി. അവിടെയും അവർ ആരാധിക്കുന്നു, ആർപ്പിടുന്നു. ശബ്ദമുണ്ട്, നൃത്തമുണ്ട്, വളരെ ഉച്ചത്തിലുള്ള ആരാധനയുണ്ട്, പ്രതികാരങ്ങളുണ്ട്. നമുക്കും ഒരുപക്ഷെ കേൾക്കുമ്പോൾ തോന്നും ഇത് സത്യമാണെന്നും യാഥാർത്ഥ്യമുള്ളതാണെന്നും ശരിയാണെന്നും ആരാധനയാണെന്നും ദൈവത്തിന്റെ പേരിലുള്ളതാണെന്നൊക്കെ നമുക്കും ഒരു ഊഹം, ചിന്താഗതി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ മോശ തിരിച്ചറിഞ്ഞു, അത് യഹോവയുടെ പക്ഷത്തുള്ളവരല്ല. അവിടെ ഭൂരിപക്ഷവും കാളക്കുട്ടിയെ, ബിംബത്തെ അവർ നിർമ്മിച്ചുണ്ടാക്കി വിഗ്രഹത്തെ ആരാധിക്കുവാൻ വേണ്ടി തയ്യാറായപ്പോൾ ഒരു ന്യൂനപക്ഷം മോശയുടെ പക്ഷത്ത്, ഒരു ഗോത്രം മാത്രം, അത് ലേവി ഗോത്രം, അവർ ഭൂരിപക്ഷത്തോട് പങ്കുചേരാതെ, കൂട്ടുചേരാതെ മാറുന്നു യഹോവയുടെ പക്ഷത്തുള്ളൂ. അതുപോലാണ് ഏലിയാവും ഇസ്രായേലിനോട് ചോദിക്കുന്നു, ബാൽ ദൈവമെങ്കിൽ നിങ്ങൾ ബാലിനെ ആരാധിക്കും, യഹോവ ദൈവമെങ്കിൽ നിങ്ങൾ യഹോവയെ ആരാധിക്കും. എന്താണ് നിങ്ങളുടെ തെരഞ്ഞെടുപ്പ്? അവിടെയും ഉച്ചത്തിലുള്ള ശബ്ദമുണ്ട്, നിലവിളിയുണ്ട്, പ്രാർത്ഥനയുണ്ട്, അപേക്ഷകളുണ്ട്. അവരും അവർക്കറിയാവുന്ന രീതിയിൽ തീ അയക്കണമേ എന്നുള്ള പ്രാർത്ഥനകളുണ്ട്. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. ഏലിയാവ് ഇസ്രായേലിന് മുമ്പിൽ ഒരു ചോയ്സ് വെച്ചു, നിങ്ങൾ ആരുടെ പക്ഷത്ത് നിൽക്കും? ഇന്നും ആ തെരഞ്ഞെടുപ്പ് നിങ്ങളുടെ മുമ്പിലുണ്ട്. യോശുവയുടെ മുമ്പിൽ ആ തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു. ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. ഒരിക്കലും നദിക്കക്കരെയുള്ള ദേവന്മാരുമായി, ആരാധനകളുമായി, അവിടുത്തെ ദൈവസങ്കല്പങ്ങളുമായി ഒരിക്കലും ഞങ്ങൾക്കൊരു ബന്ധവുമില്ല. ഞങ്ങൾ ജീവനുള്ള സത്യദൈവത്തെ ആരാധിക്കാൻ വേണ്ടി വേർതിരിക്കപ്പെട്ടവർ. യോശുവ എല്ലാവരും കേൾക്കെ തന്നെ തീരുമാനം പറഞ്ഞു, ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. യൂത്തിന്റെ മുമ്പിൽ, അപ്പോൾ തന്നെ ഓർപ്പയുടെ മുമ്പിൽ ഒരു തീരുമാനമുണ്ടായിരുന്നു. എന്തായിരുന്നു അവരെ തെരഞ്ഞെടുത്തത്? ഒന്നുകിൽ അവർക്ക് മോവാബിലെ അവരുടെ പഴയ ദൈവത്തിന്റെ അടുക്കിലേക്ക് പോകാം, അല്ലെങ്കിൽ നവോമിയുടെ ദൈവം. അതൊരു കേട്ടുകേൾവിയാണ്. ഒരിക്കലും ആ ദൈവത്തെക്കുറിച്ചുള്ള പരിചയമോ ധാരണകളോ ചിന്താഗതികളോ അറിവുകളോ ഇവർക്ക് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. നവോമിയുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ച മൊത്തവും വേർപാടും അതിന്റെ ദുഃഖവും, ആ കുടുംബത്തിൽ സംഭവിച്ച മരണത്തിന്റെ വിരക വേദനയിലായിരിക്കുന്ന ഈ വിധവയായ സ്ത്രീ, നവോമിയുടെ ദൈവത്തെക്കുറിച്ച് രൂത്തിന് ഒരു വലിയ കാഴ്ചപ്പാടൊന്നുമില്ല. നവോമി നിർബന്ധിക്കുന്നത് തിരിച്ചു പോകാനാണ്. പക്ഷേ
ഓർപ്പയെ പോലെ അവൾ തിരിച്ചവിടെ ദൈവത്തിനടുക്കിലേക്ക് പോയി. എന്താണ് സംഭവിച്ചത്? ഓർപ്പ മടങ്ങിപ്പോയത് മോവാബിലെ അവളുടെ പഴയ കുലദൈവങ്ങളുടെ, പാരമ്പര്യ ദേവതകളുടെ, അല്ലെങ്കിൽ ജാതീയമായ ആചാരങ്ങളുടെ, നമ്മോട് വ്യക്തമാക്കിയാൽ ആ ദേശത്തിലെ അന്യാരാധനകളുടെ ആരാധനയായി അവൾ അവിടെ തീർന്നപ്പോൾ, ഓർപ്പ എന്നേക്കുമായി ഒരു ഓർമ്മയായി മാറിയപ്പോൾ രൂത്ത് അവളുടെ ഒറ്റ തീരുമാനം. എന്താണ് തീരുമാനം? മരിക്കുന്നെങ്കിൽ ഞാൻ നിന്റെ കൂടെ മരിക്കും. നിന്റെ ദൈവം എന്റെ ദൈവം. ഈ ദൈവത്തിന്റെ മഹത്വമോ അത്ഭുതങ്ങളോ വിടുതലുകളോ ഭാവി അനുഗ്രഹങ്ങളോ ഒന്നും കണ്ടില്ല. പക്ഷേ രൂത്ത് നടന്ന് നീങ്ങിയത്, രൂത്ത് എത്തിച്ചേർന്നത്, രൂത്ത് വിശ്വാസത്തിന്റെ കാലുകൾ വെച്ചത് ഒരു വീണ്ടെടുപ്പുകാരന്റെ വയലിലായിരുന്നു, അല്ലെങ്കിൽ ബോവസിന്റെ നിലത്തിലായി. ഭാഗ്യവശാൽ രൂത്ത് ബോവസിന്റെ വയലിൽ. പഴയ നിയമത്തിൽ ഭാഗ്യവശാൽ എന്ന് പറയുമ്പോൾ നാം പുതിയ നിയമത്തിൽ കൃപയാൽ എന്ന് പറയും. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഞാൻ ആകുന്നത് കൃപയാലാണ്. കൃപ അർഹതയില്ലാത്ത സ്ഥാനത്തുള്ള ദൈവത്തിന്റെ ആനുകൂല്യം. രൂത്ത് എത്തേണ്ടടുത്ത് അവരുടെ അവകാശം പരദേശികൾക്കും വിധവമാർക്കും വന്നു പാർക്കുന്നവർക്കും ഒക്കെ അതിരുകളിൽ നിന്ന് നെൽമണികൾ അല്ലെങ്കിൽ കതിരുകൾ വലിച്ചെടുത്തുകൊണ്ട് പോകാം. അതിനുള്ള അവകാശം മാത്രമേ ഇനി രൂത്തിനുള്ളൂ. അതിരുകളിൽ കൊയ്യാതെ നിർത്തിയിരിക്കുന്ന ഈ നെൽമണികൾ അവൾക്ക് സ്വന്തമാക്കാം. അവിടെ നിന്ന് അവൾ ബാല്യക്കാരന്റെ പിന്നാലെ ചെന്നു. പിന്നത്തേതിൽ ബോവസിന്റെ കളത്തിൽ അവൾ എത്തി. അതിനുശേഷം ഈ വയലിന്റെ ഉടമസ്ഥനായ ബോവസിനെ അവൾ സ്വന്തമാക്കി. ബോവസിനെ അവൾ സ്വന്തമാക്കിയപ്പോൾ ഈ ബോവസിന് എന്തെല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം അവിടെ അവകാശമായി. പുതിയ നിയമത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നു, നിങ്ങൾ മക്കളെങ്കിലോ അവകാശികളാണ്. ക്രിസ്തുവിന് അവകാശികളും നിങ്ങൾ കൂട്ടാവകാശികളും. അങ്ങനെയാണെങ്കിൽ കർത്താവിനുള്ളതെല്ലാം നിങ്ങളുടേതാണ്, നിങ്ങൾക്കുള്ളതാണ്. എന്റേതെല്ലാം നിന്റേതാണ്. പ്രിയരെ, ഈ ദൂതുകൾ ആത്മീയ അനുഭവങ്ങളിൽ ശക്തിപ്പെടുവാൻ നിങ്ങളെ സഹായിക്കും. ഏതെങ്കിലും മേഖലയിൽ ഇന്നും നിങ്ങൾ ക്ഷീണിച്ചവരാണെങ്കിൽ, ബലഹീനരാണെങ്കിൽ, ഒറ്റ തീരുമാനം മതി നിങ്ങളെ ജയത്തിലേക്ക് എത്തിക്കും, മഹത്വത്തിലേക്ക് എത്തിക്കും, നന്മയിലേക്ക് എത്തിക്കും. ആ തീരുമാനം നിങ്ങളുടേത് മാത്രം. ലേവി ഗോത്രം ഒരു തീരുമാനമെടുത്തു. ഈ ആർപ്പുവിളിയുടെ കൂടെ, ആരവാരത്തിന്റെ കൂടെ, പുരുഷാരത്തിന്റെ കൂടെ, അല്ലെങ്കിൽ കാളക്കുട്ടി ആരാധിക്കാൻ ഞങ്ങളിൽ അവർ ഒരു തീരുമാനം, പിന്നത്തേതിൽ അവരെ പുരോഹിത ഗോത്രമാക്കി മാറ്റി. പുരോഹിത ഗോത്രം. യോശുവയുടെ തീരുമാനം ഒരു വലിയ പ്രസക്തമായ ചോദ്യമായി നിങ്ങളുടെ മുമ്പിലും എന്റെ മുമ്പിലും നിൽക്കും. ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ ഈ ദൈവത്തെ മാത്രം ആരാധിക്കും. നവോമി രണ്ട് സഹോദരിമാരുടെ മുമ്പിൽ വെച്ച തീരുമാനം, പ്രിയമുള്ളവരെ, രൂത്ത് അത് അക്സെപ്റ്റ് ചെയ്യും. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ വംശാവലിയിൽ ഈ മോവാബ് സ്ത്രീയും എത്തിച്ചേർന്നു. മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിൽ യേശുവിന്റെ വംശാവലി പറയുമ്പോൾ 4 സ്ത്രീകൾ അവിടെ എത്തി. 1 താമാർ, 2 രാഹാബ്, 3 രൂത്ത്, 4 ബത്ശേബ. ഒത്തിരി അയോഗ്യതകളും ജീവിതത്തിൽ കുറവുകളും പോരായ്മകളും ബലഹീനതകളും താഴ്ചകളും പരാജയങ്ങളും സംഭവിച്ചു. പക്ഷെ അവരെല്ലാം യേശുക്രിസ്തു വംശാവലിയിൽ എത്തിച്ചേരുവാൻ അവരുടെ ഒരു തീരുമാനം, അതിന് ദൈവകൃപ അവരെ പ്രാപ്തി. അബ്രഹാം മുൻപോട്ട് നീങ്ങുന്നതും ഈ ഒരു വെളിപ്പാടുകൾ. തന്റെ തീരുമാനം, എന്റെ ഏകജാതനെ ദൈവത്തിന് ആവശ്യമാണെങ്കിൽ അവനെ കൊടുക്കുവാനുള്ള അബ്രഹാമിന്റെ വിശ്വാസം, അവന്റെ കഴുത്തിൽ കത്തിവെക്കുവാനുള്ള അബ്രഹാമിന്റെ ആ ഒരു തീരുമാനം. പക്ഷേ കാര്യം പറയട്ടെ പ്രിയമുള്ളവരെ, ഒരിക്കലും അബ്രഹാമിന്റെ ഇസ്ഹാക്കിനെ ദൈവത്തിന് വേണ്ട. കഴുത്തിന്റെയും കത്തിയുടെയും ഇടയിൽ ദൈവം അബ്രഹാമിനോട് സംസാരിക്കും. ദൈവം നമ്മുടെ പരീക്ഷകളിൽ, നമ്മുടെ വിഷയങ്ങളിൽ, പരിശോധനകളിൽ, നിങ്ങളുടെ ക്രൈസിസുകളിൽ ദൈവം ഇടപെടുത്തും. വിശ്വാസത്തിന്റെ പരീക്ഷകളിൽ ഒരിക്കലും നിങ്ങൾ തോറ്റുപോകി, നിങ്ങൾ ജയിക്കും. നിങ്ങൾ ജയാളികളാണ്. നമുക്ക് ഈ ഭാഗം കൂടുതൽ അടുത്ത ദിവസങ്ങളിൽ വീണ്ടും ചിന്തിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.